ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് പാലക്കാട് കോഴിക്കോട് ഹൈവേയിൽ മുണ്ടൂരാണ്. ഹൈവേ നിന്ന് വെറും 700 മീറ്റർ മാത്രം ഡിസ്റ്റൻസിലാണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി വന്നിരിക്കുന്നത്. 20 സെൻറ്റ് സ്ഥലം, 2400 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടിയുള്ള വീടാണ് കേട്ടോ. ഹൈവേൻ്റെ അടുത്താണ്, പക്ഷെ ആ ഒരു റഷോ കാര്യമോ ഒന്നുമില്ല. നല്ല കാമൻ പീസ് ആയിട്ടുള്ള ശാന്തമായിട്ടുള്ളൊരു ഏരിയ. എല്ലാവരും ചോദിക്കാറുണ്ട് ടൗണിൽ നിന്ന് അടുത്തും വേണം എന്നാൽ ഒരു ഗ്രാമീണ സുന്ദരത കിട്ടുന്ന പോലത്തെ ഒരു പ്രോപ്പർട്ടി ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അവർക്ക് പറ്റിയൊരു പ്രോപ്പർട്ടിയാണ്. അത്യാവശ്യം മരങ്ങളും കാര്യങ്ങളും എല്ലാം ഉള്ളതാണ്. ചാമ്പക്ക, മാവ്, തെങ്ങ്, അതുപോലെ അത്യാവശ്യം കാര്യങ്ങളൊക്കെ ഇതിനകത്തുണ്ട്. ഗോവ എല്ലാം ഉണ്ട്. നല്ല ചുറ്റും കോമ്പൗണ്ട് വാളോട് കൂടിയിട്ടുള്ള പ്രോപ്പർട്ടിയാണ് കേട്ടോ. രണ്ട് സൈഡും പഞ്ചായത്ത് റോഡുണ്ട്. ഇതാണല്ലേ ചാമ്പക്കയൊക്കെ കായ്ച്ചു വന്നിരിക്കുന്നു. നമ്മുടെ പ്ലോട്ടിന് രണ്ട് സൈഡും റോഡാണ് കേട്ടോ. ബാക്ക് സൈഡ് വേറൊരു ആളുടെ പ്രോപ്പർട്ടിയാണ്, റൈറ്റ് സൈഡിലും വേറൊരു വീടും കാര്യങ്ങളാണ്. ഈ ഒരു ലെഫ്റ്റും അതുപോലെ തന്നെ ഫ്രണ്ടേജും വന്നിട്ട് നമുക്ക് റോഡ് കിട്ടുന്നുണ്ട്. നല്ല മനോഹരമാക്കിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ്. ഹൈവേ നിന്ന് ഇത്രയും അടുത്ത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഗേറ്റ് ഉണ്ട് വീട്ടിൽ ഡയറക്റ്റ് കയറുന്നതിനായിട്ട്. അതുപോലെ തന്നെ വണ്ടിയെല്ലാം കയറ്റാനായിട്ട് ഫ്രണ്ടിൽ തന്നെ റോഡിനോട് ചേർന്നിട്ട് വേറൊരു ഗേറ്റും കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, വിശാലമായിട്ടുള്ള ഏരിയ. ഫ്രണ്ട് നമുക്ക് 2-3-5 കാറൊക്കെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അപ്പുറത്ത് കാറ് പാർക്ക് ചെയ്യാനായിട്ട് ട്രസ് വർക്ക് ചെയ്തിട്ടുള്ള ഷീറ്റ് ഇട്ടിട്ടുള്ള വേറെ സ്ഥലങ്ങളുണ്ട് കേട്ടോ. ഇവിടെ കുറച്ച് പുല്ലൊക്കെ ഒന്ന് വളർന്നിട്ടുണ്ടെന്നുള്ളൂ. ഗാർഡനിങ് ചെയ്ത് മനോഹരമാക്കി വെച്ചിട്ടുണ്ട്. അല്ലേ, ചുറ്റുവട്ടം കോമ്പൗണ്ട് വാളുണ്ട്. ബാക്കിൽ ഈ ഒരു സ്പേസേ ഉള്ളൂ. ഏറ്റവും കൂടുതൽ സ്പേസ് വന്നെങ്കിൽ വീടിൻ്റെ ആ ഒരു സൈഡാണ്. ഈ ഒരു പ്രോപ്പർട്ടി വേണമെങ്കിൽ നമുക്ക് ഇനി ആ ബാക്കിലുള്ള സ്ഥലം മുറിച്ച് കൊടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ കൊടുക്കുകയും ചെയ്യാം കേട്ടോ. ഒരു 10 സെൻറ്റ് നിർത്തിയിട്ട് 10 സെൻറ്റ് വേണമെങ്കിലേ കൊടുക്കാം. കണ്ട, നല്ല വെള്ളമുണ്ട്. ഓപ്പൺ വെല്ലാണ് കേട്ടോ. പൈപ്പ് ലൈൻ കണക്ഷനും ഇവിടെ ഉണ്ട്. കണ്ടില്ല, ഈ ഒരു ഏരിയ വേണമെങ്കിൽ മുറിച്ച് കൊടുക്കും. കാരണം നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് ഒരു സൈഡിൽ കൂടെ റോഡ് ഉള്ളതുകൊണ്ട് ഈ ഒരു പീസ് വേണമെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ഥലം എടുക്കുമ്പോൾ ഇതും കൂടി വെച്ചാൽ തന്നെയാണ് നമുക്ക് കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ കൃഷി ചെയ്യാനോ കാര്യത്തിനൊക്കെ ആയിട്ടുള്ള സ്പേസ് കൂടെ കിട്ടുക. ഇത്രയും വലിയൊരു വീടുണ്ടാകുമ്പോൾ അതിൻ്റെ അടുത്ത് കുറച്ച് സ്ഥലം കൂടി വേണ്ടല്ലേ. നമുക്ക് ബാക്കിലേക്ക് ആ സ്ഥലവും കൂടി സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇത് ഡ്രസ് വർക്ക് ചെയ്ത് ഇവിടെ നമുക്കിപ്പോൾ ഇവിടെ വാടകയ്ക്കാരാണ് താമസം. അതുകൊണ്ട് അവരുടെ ഒരുപാട് ഐറ്റംസ് ഇവിടെ ഉണ്ട്. നമുക്ക് അതല്ലെങ്കിൽ അവിടെ നമുക്ക് കാർ പോർച്ചിനുള്ള സ്പേസ് ആണ് കണ്ടത്. ഇന്റർലോക്ക് ചെയ്തിട്ടില്ല, അതിന് പകരം ബേബി മെറ്റലാണ് വിരിച്ചിരിക്കുന്നത്. അപ്പോൾ അവിടെ നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ തന്നെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. സ്ഥലങ്ങളൊക്കെ വെള്ളമൊക്കെ താഴത്ത് പോകുന്ന രീതിയിൽ തന്നെ അല്ലേ. കയറുമ്പോൾ തന്നെ നമുക്ക് മനോഹരമായിട്ടുള്ളൊരു സിറ്റൗട്ട് ഏരിയ കിട്ടുന്നുണ്ട്. എല്ലാം ഇവിടെ ഇരിക്കാനുള്ള സൗകര്യം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ പിന്നെ കുറച്ച് ചെയറുകളും അലമാരയൊക്കെ കൊടുത്തരണം. ആ സ്പേസ് കുറച്ച് കവർ ചെയ്തിട്ടുണ്ടെന്നുള്ളൂ. അല്ലേ, നല്ല മനോഹരമാക്കി വെച്ചിട്ടുള്ള ഒരു ഫ്രണ്ട് വ്യൂ. ഈ സിറ്റ് ഔട്ട് ഏരിയ നമ്മൾ നേരെ കയറുന്നത് അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ലിവിങ് ഏരിയയിലേക്കാണ്. അല്ലേ, മനോഹരമാക്കിയിട്ടുള്ള ഒരു ലിവിങ് ഏരിയ. വളരെ ക്ലിയർ ആയിട്ട് എല്ലാ സൈഡും നമ്മൾ എടുത്ത് നോക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ദൂരത്തുള്ള ആൾക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇവിടെ വന്നിട്ടില്ലെങ്കിലും വീട് കണ്ട ഒരു ഫീല് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ നമുക്ക് നല്ല വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് ഏരിയ കിട്ടുന്നുണ്ട്. അതിനോട് ചേർന്ന് ഇവിടെ ബാക്ക് സൈഡിൽ ഒരു കോമൺ ആയിട്ടുള്ള ഒരു വാഷ്റൂം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്ക് താഴെ ഒരു ബെഡ്റൂം, നമ്മൾ വാടകയ്ക്ക് ഇരിക്കുകയാണ്. അപ്പോൾ അവർ റൂം ഷിഫ്റ്റ് ചെയ്യുന്ന പേരിൽ അത്യാവശ്യം സാധനങ്ങളൊക്കെ ഇവിടെ നിറച്ച് വെച്ചിട്ടുണ്ട്. ഇതിലെല്ലാ റൂമുകളിലും കബോർഡ് നമുക്ക് ഫിക്സഡ് ആയിട്ട് കിട്ടുന്നുണ്ട്. അടുത്തൊരു ബെഡ്റൂം താഴെ തന്നെ ഉള്ളത്. ഇതിലും കണ്ടില്ല, കബോർഡ് ഇവിടെ ഈ ഒരു സൈഡ് ഉണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമാണ്. ഈ ഒരു വീടിന് മാക്സിമം ഒരു 3 to 4 ഇയേഴ്സ് പഴക്കം തന്നെ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പഴക്കമില്ലാത്തൊരു വീടാണ്. ഇവിടെ നമുക്ക് അടുത്തൊരു ബെഡ്റൂം കൂടി. ഇതും അറ്റാച്ച്ഡ് ആണ് കേട്ടോ. താഴെ തന്നെ നമുക്ക് 3 ബെഡ്റൂം ഉണ്ട്. ഇവിടെ നമുക്ക് കിച്ചൺ ഏരിയ വരുന്നു. കബോർഡുകളും കാര്യങ്ങളൊക്കെ ഫിക്സ്ഡ് ആണ്.
ഇവിടെ ഇതിനോട് ചേർന്ന് ഒരു സ്റ്റോർ റൂം ഏരിയ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ നമുക്കൊരു സ്റ്റോർ റൂം ഏരിയ കിട്ടുന്നുണ്ട്. ഇവിടെ നമ്മൾ നേരെ പോയി കഴിഞ്ഞാൽ ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ, ഇവിടെയാണ് ആലുവ അടുപ്പൊക്കെ കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ ഒരു ഭാഗത്താണ് കൊടുത്തിരിക്കുന്നത്. ഇത് കണ്ടില്ല, ഇവിടെയാണ് ആലുവ അടുപ്പ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ നമ്മൾ ഫസ്റ്റ് വെളിയിൽ നിന്ന് കണ്ട അതേപോലെ ആ കിണറിൻ്റെ ആ ഏരിയ ആണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നമുക്ക് ഗ്രൗണ്ട് ഫ്ലോർ എല്ലാം കണ്ടു. ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലേക്ക് പോകാം. സോ ഇതുവരെ സ്റ്റെയർ കൊടുത്തിരിക്കുന്നത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നമ്മൾ ഈ വീട് ഫേസ് ചെയ്യുന്നത് വെസ്റ്റ് ഫേസ് ചെയ്തിട്ടാണ് കേട്ടോ വീടുള്ളത്. ഇവിടെയൊക്കെ നമുക്ക് ഷെൽഫുകൾ പോലെ വെച്ച് കൊടുക്കാനായിട്ട്. ഇവിടെ നമുക്ക് ടോപ്പിൽ നമുക്ക് അത്യാവശ്യം നല്ലൊരു ഫാമിലി ലിവിങ് ഏരിയ കിട്ടുന്നുണ്ട് കേട്ടോ. ഫാമിലി ലിവിങ് ഏരിയ നമുക്ക് കൊടുത്തിട്ടുണ്ട്. അതിനോട് ചേർന്ന് ഒരു ബെഡ്റൂം അറ്റാച്ച്ഡ് ആയിട്ടും കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ താഴെ നമുക്ക് 3 ബെഡ്റൂമും മേലെ ഒരു ബെഡ്റൂമാണ് ഉള്ളത്. ഈ ബെഡ്റൂമിനകത്ത് നമുക്ക് നോക്കിയാൽ കാണാം ടബ് വരെ, ബാത്ത് ടബ് വരെ ഇവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത്രയും വലിയൊരു വാഷ്റൂമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. കണ്ടല്ലേ, ബാത്ത് ടബ് വരെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരെ ബാൽക്കണി ഏരിയ കൊടുക്കാം. ഹാളിൽ നിന്ന് ഇറങ്ങാവുന്ന ഒരു ബാൽക്കണി ഏരിയ, ചെറിയൊരു സ്പേസ്, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്പേസ്. ഫ്രണ്ടിൽ നമുക്ക് അവിടെ നിന്നുള്ള വ്യൂ കാണാം. കണ്ടല്ലേ, ഇതേ ഹാളിൽ തന്നെ നമുക്ക് ഒരു ഓപ്പൺ ടെറസ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അത് മൊത്തം ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കംപ്ലീറ്റ് ഡ്രസ് വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുണി അലക്കി ഇടാനും എല്ലാത്തിനും നല്ല സൗകര്യമുണ്ട്. മഴ സമയത്തൊക്കെ പ്രോബ്ലം ഒന്നുമില്ല. ഇവിടെ നമുക്ക് റോഡ് ഫ്രണ്ടേജോട് കാണാനല്ലേ. അപ്പം ഇവിടെ നമുക്ക് ഇതിൻ്റെ ടോപ്പിലേക്ക് പോകാനുള്ള സ്റ്റെയർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ വഴിയാണ് നമ്മൾ ഏറ്റവും ടോപ്പിൽ പോകുന്നത്. അപ്പം ഇതാണ് ടോട്ടൽ പ്രോപ്പർട്ടി. ഇത് ഒലോക്കോട് ജംഗ്ഷൻ്റെ അവിടെ നിന്ന് ഈ ഒരു പ്രോപ്പർട്ടി നോക്കുമ്പോൾ 8 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഉണ്ട്. അതുപോലെ തന്നെ അമ്പലങ്ങളായാലും പള്ളികളായാലും ചർച്ചായാലും കോളേജുകളും സ്കൂളുകളും എല്ലാം നിയറസ്റ്റ് ആയിട്ട് തന്നെ ഈ പ്രോപ്പർട്ടിയോട് ചേർന്ന് കിടക്കുന്നുണ്ട്. പിന്നെ ഒരു 14 കിലോമീറ്ററാണ് KSRTC പാലക്കാട് നിന്ന് വരുന്നത്. മണ്ണാർക്കാട് നിന്ന് 27 കിലോമീറ്റർ, ചെറുപ്പശ്ശേരി ജംഗ്ഷനിൽ നിന്ന് 34 കിലോമീറ്റർ, മലമ്പുഴ ഡാമിൻ്റെ അവിടെ നോക്കുമ്പോൾ 16 കിലോമീറ്റർ ഡിസ്റ്റൻസ് ഈ പ്രോപ്പർട്ടിക്ക് വരുന്നുണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടിക്ക് ഇതിൻ്റെ ഓണർ ചോദിച്ചിരിക്കുന്ന പ്രൈസ് 1 CR ആണ്. 1 CR ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ചെറിയ രീതിയിൽ നെഗോഷ്യബിൾ ആണ്. അപ്പോൾ താല്പര്യമുള്ളവർ ഇതിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ട കൂടുതൽ വിവരങ്ങൾ നമ്മൾ തരുന്നുണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും പ്രോപ്പർട്ടീസ് വിൽക്കാനുണ്ടെങ്കിലും നമ്മളായിട്ട് കണക്ട് ചെയ്യുക. നമ്മൾ വിൽക്കാനുള്ള ഹെൽപ്പ് ചെയ്തു തരുന്നുണ്ടാവും. ഫ്രണ്ട്സ്, അപ്പോൾ അടുത്തൊരു സൂപ്പർ വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ ആൻഡ് ലവ് യു.